പ്രിയമുള്ളവരെ നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇക്ക പ്രസാദേട്ടാ, നമുക്ക് ആദ്യത്തെ സ്കിറ്റിലേക്ക് എടുക്കാം. കിട്ടിലോ സ്കിറ്റ് വിളിക്കാം അല്ലേ? വിളിക്കട്ടെ. വിളിക്കൂ. രാജ്മോൻ, അഭിലാഷ് ആൻഡ് വിഷ്ണു. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. പണ്ടൊക്കെ 4 മണിക്ക് മുമ്പ് 4 കട്ടൻ ചായ കുടിക്കുന്നതാ. ഇപ്പൊ 4 മണിക്ക് മുമ്പ് 4 നേരം കൊട്ടൻ ചുക്കാതിയാ തേക്കുന്നത്. കൊട്ടൻ ചുക്കാതിയാണ് ബലത്തിലായി പിടിച്ചിരിക്കുന്നത്. നിങ്ങളും അതുപോലൊക്കെ തന്നാന്ന് എനിക്കറിയാം. ഒന്നും വേണ്ട. കുറച്ചു നേരമായ ഒരു ചായ ചോദിച്ചിട്ട് എടീ ദാക്ഷായണിയേ, എടിയാ ദാക്ഷായണി, അവിടെ പോയി കിടക്കുവാണ്. നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാ. കട്ടൻ കാപ്പി ചോദിച്ചപ്പോ കർപ്പൂരം കത്തിച്ച് കുടിച്ചോണ്ട് വന്നേക്കുന്നു. എന്താ കാണിക്കുവാരി? വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്ന് ഭർത്താവിന്റെ പാദപൂജ ചെയ്താല് നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവും. നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളത്തില്ല. കാലയിലൊരു മുള്ളു പോലും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് കാല് പൊള്ളിച്ചു വെച്ചേക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഇത്തിരി ചാപ്പാട് കഴിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഇവിടെ ഉറങ്ങിയപ്പോ വിളിച്ചിട്ട് ഞാൻ എണ്ണീറ്റില്ലെന്നും പറഞ്ഞ് ഇവിടെ എന്തുവാ ചെയ്തു വെച്ചാന്നറിയാമോ? ഒരു കൂട് കർപ്പൂരം കൊണ്ടുവച്ചാൽ നെഞ്ചത്ത് വെച്ച് കത്തിച്ചു. എന്തൊക്കെ ഈ പറയുന്നത് മനുഷ്യരെ? അത് ഞാൻ കത്തിച്ചു വെച്ച എന്താണെന്നറിയോ? എന്റെ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ ഹൃദയാരോഗ്യം ഉണ്ടാകാൻ വേണ്ടി. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ണിന് കാഴ്ചയില്ലെന്നും പറഞ്ഞ് വിളക്കത്തിരിയിട്ട് കണ്ണിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ചേക്കരുത് ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, ഞാനത് മറന്നിരിക്കുവായിരുന്നു. ഇനി അതുകൂടെ ചെയ്യണം. നിന്റെ പൂജാ പരിപാടി നിർത്തിവെക്കാമോ? അതല്ലേ ഇവിടുത്തെ പ്രശ്നം. നിനക്കറിയാമോ, ഇനി പണി കഴിഞ്ഞ് ചെറുക്കൻ വരാറായി. അവനോട് ഞാൻ എന്തോ സമാധാനം പറയുമെന്നും പറഞ്ഞ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഓരോന്ന് ചെയ്ത് വെച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഓരോന്ന് ചെയ്ത് വെച്ച് കൂട്ടുമ്പോ ഞാനാണോ ഇതൊക്കെ ചെയ്തു വെച്ചേ? നിങ്ങളല്ലയോ അപ്പൊ ഇതിന് ഉത്തരവാദി? ഞാൻ പിന്നെ പറയുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ചെറുക്കൻ ദൈവം തമ്മിലാണ്. ചെറുക്കന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന പരിപാടിയാണല്ലോ. ചെറുക്കന്റെ മുഖത്ത് കരിവാരി തേച്ചെങ്കിൽ അവനൊരു തുണി ഇട്ട് തുടച്ചാൽ അത് അങ്ങ് പൊക്കോളും. അതാണോ ഞാൻ ഈ പറഞ്ഞേ? അവനിപ്പോ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? അത്തരം അവസ്ഥയില്ലേ ഈ ചെയ്തു വെച്ചേക്കുന്നത്? ഇതെന്തോ പറയാനാന്ന് പറ. ഞാൻ പറയുന്നില്ല, ഞാൻ എന്റെ വായും കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞാനിപ്പോ ആലോചിച്ചിട്ട് ഒരു കാര്യമേ ഉള്ളൂ. നമുക്കൊരു മാസത്തേക്ക് ഇവിടെ ഞങ്ങൾ മാറി നിൽക്കാം. ഒരു മാസത്തേക്കൊന്ന് മാറി നിൽക്കാം. എന്നിട്ട് ചെറുക്കനോട് പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങ് പോരാ. അതാ നല്ലത്. നിങ്ങളുടെ ഇഷ്ടവതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് തുണിയും മണിയൊക്കെ എടുത്തോണ്ട് വാ. ഒരു മാസത്തേക്കുള്ള വെള്ളം പെട്ട് മണി എടുത്തോണ്ട് വരണോ? മണി എടുത്തോണ്ട് പോയി നടന്നു പോകാൻ കിണ്ടോന്ന് അടിക്കത്തില്ലേ? ഇനിയിപ്പോ എടുത്തോണ്ട് പറ്റുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ പെട്ടെന്ന് പോണം. ചെറുക്കൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങി പോണം. ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാൻ. താട്ടവും കണ്ടില്ലയോ? പതുക്കെ പതുക്കെ പോയി എന്തോ പറഞ്ഞാലും അനുസരണയില്ല. കൂട്ടി താക്കോല തുറന്നു കിടക്കുന്ന ജനലിന്റെ അവിടോട്ട് വെച്ചാൽ മതി. ചെറുക്കൻ അറിയാം, അവൻ്റെ എടുത്തോളൂ. പോയി കിടക്കും. ഇത് എന്താണ് പതിവില്ലാത്ത ഒരാട്ടം? നീ വൈകിട്ട് പണിക്ക് പോയിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോവാ? മനസ്സിലായില്ല. എടാ, നീ ഇപ്പൊ എവിടെ പോകാൻ ഇറങ്ങിയാ ഞാൻ ചോദിച്ചേ? ഞാൻ പോകാൻ ഇറങ്ങിയല്ല, ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കേറിയല്ലേ. അച്ഛൻ എവിടെ പോകാൻ വേണ്ടി നിൽക്കുന്നു? അച്ഛൻ ഇപ്പൊ എവിടെ പോവാ? നീ എവിടെ പോവാന്ന്? ഞാൻ വീട്ടിലോട്ടാന്ന് വന്ന. അച്ഛൻ എവിടെ പോവാൻ നിൽക്കുന്ന ചോദിച്ചത്? അയ്യോ, അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പുതിയ പടം റിലീസായി. ബബ്ബ കാണാൻ പോകാന്ന് പറഞ്ഞ്. എവിടെ പോണു? എന്തോ ഒരു പരിപാടി ഒപ്പിച്ച്. എന്താണ് സംഭവം? നിനക്കിപ്പോ എന്തുവാ പ്രശ്നം? എനിക്കിപ്പോ എന്തോ പ്രശ്നം? എവിടെ പോകാൻ നിൽക്കുവന്ന ഈ ചോദിക്കും. ഇതാരാണ്? ഇതാരാണെന്ന്? ഇത് ഇവിടുത്തെയാ? ഇവിടുത്തെ? സത്യം പറ, ഇത് ആരാണെന്ന്? നീ ഒന്ന് സമാധാനപ്പെട. ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് എന്ത് പരിപാടിയാണ് ഈ സമാധാനപ്പെട. എന്ത് കഴിച്ചതാ? കഴിച്ചതോ? കല്യാണ സദ്യയാണ് ഈ നിൽക്കുന്നത്. സത്യം പറ, ആരാണെന്നാ ചോദിച്ചത്? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്ന എന്റെ ഭാര്യ ദാക്ഷായണി. എന്താ വേണം? കല്യാണം കഴിച്ചെന്നാ? അച്ഛനാ? എന്താണ് പറയുന്നത്? വെച്ചേക്കുന്ന എന്റെ കുടുംബം. എന്റെ സ്വഭാവം അറിയത്തില്ല. കല്യാണം കഴിച്ചെന്ന്
40-45 വയസ്സായ ഞാനിവിടെ പുര പോലെ നിൽക്കുമ്പോ നിങ്ങൾ കയറി കെട്ടിയല്ലേ? എപ്പോഴും ഞാൻ എന്റെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ എന്നോട് പറയും, നീ എത്ര വലുതായാലും നീ എനിക്ക് കുഞ്ഞാന്ന്. അത് കേട്ട് സുഖം പിടിച്ച് ഞാൻ എന്റെ കല്യാണം മറന്നും പോയി. നീ കുഞ്ഞാണാ? എനിക്ക് ഇപ്പോഴും നീ കുഞ്ഞു തന്നെയാ. കുഞ്ഞാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു കൊച്ചു നിക്കർ വിട്ട് ഇവിടെ ഇരുന്ന് കളിക്കാം. കൊച്ചു നിക്കർ വിട്ട് ഇവിടെ ഇരുന്ന് കളിച്ചോളാം. റോഡെലങ്ങാണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ആശുപത്രി പിടിച്ചിടും. അതൊന്നും എനിക്ക് അറിയണ്ട. എടാ, ഞാനിന്ന് പണിക്ക് പോയപ്പോ പതിവില്ലാതെ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, വൈകിട്ട് നീ വരുമ്പോ അച്ഛൻ കഴിച്ചിട്ടിരിക്കട്ടെ, കല്യാണം കഴിച്ചിട്ടിരിക്കട്ടെ എന്നാണെന്ന് ആരറിഞ്ഞ്? എങ്ങനുണ്ട്? സമാധാനപ്പെടുത്തില്ല ഞാൻ. ആരാണ് ഇവര്? എനിക്ക് പിറഞ്ഞു വരുന്ന എന്റെ കുടുംബം തകർത്ത് വെച്ചേക്കുന്നു. നിങ്ങൾ പറ, എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യും? അവൻ വരുന്നതിന് മുമ്പ് ഇറങ്ങി പോകണം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ അത് വേണ്ട പോലെ ഞാൻ ചെയ്തോളാം. ഇറങ്ങി വരുന്നുണ്ട്, ഓരോന്ന് കാണിച്ച് വെച്ചിട്ട് ഇവിടെ ഇന്ന് ഞാൻ കൊലപാതകം നടത്തും. ഉറപ്പാണ്, എന്താ ഉറപ്പ് കാര്യം. അതിനകത്ത് യാതൊരു എന്ത് ചെയ്യാൻ അനങ്ങല്ലേ മോനെ കർപ്പൂരം ഒന്ന് ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത്? ആരാണ് ഇവര്? അല്ല അല്ലേ? അതല്ല, അല്ല, ഒന്നുമല്ല. അങ്ങനല്ല, എനിക്ക് ഇവരെ എവിടെയോ നല്ല പരിചയം. അറിയത്തില്ല. അതല്ല, ഇവര് സുധാകരന്റെ അമ്മ, എന്റെ കൂട്ടുകാരൻ സുധാകരന്റെ അമ്മ. എന്റെ ഭഗവാന്, അച്ഛൻ കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്ന ആരാന്നറിയാമോ? ഇവരൊരു ആറ്റം ബോംബാണ്. ഈ വീട് ഇവര് നിർത്തി കത്തിക്കും. എന്റെ ഭഗവാന്, അച്ഛൻ ആരാന്നാണ് വിചാരിച്ചിരിക്കുന്നത്? സുധാകരൻ ഇന്നും കൂടെ എന്റെ കൂടെ പണിക്കൊണ്ടായിരുന്നു. അവ ഇവരെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെയും കിട്ടിയില്ല നിങ്ങൾ. എന്ത് എന്നോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞതാ, എന്ത്? ഇവക്ക് സുധാകരൻ എന്ന് പറയുന്ന ഒരു മോനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, എനിക്ക് വാസുക്കുട്ടൻ എന്നും പറഞ്ഞൊരു മോനുണ്ടെന്ന്. അന്നേരം അവള് സൈമ്പിച്ചും പറഞ്ഞു. രണ്ട് കാലം നിക്കാൻ പാടുപെടുന്ന സമയത്ത് എന്ത് പണിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഞാനിന്ന് നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? അതൊക്കെ പോട്ട്. അച്ഛൻ എത്ര വർഷമായി ഇവരെ അറിയാം? നിനക്ക് സുധാകരൻ എത്ര വർഷമായിട്ട് അറിയാം? എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. അവൻ പറഞ്ഞ പല കഥകൾ കേട്ട് ഞാൻ ഞെട്ടി പോയിട്ടുണ്ട്. അവൻ നിന്നോട് കഥയില്ലയോ പറഞ്ഞു? അല്ലാതെ കഥനെ ഒന്നും കൊട്ടിച്ചിടുവല്ലായിരുന്നല്ലോ. അതല്ലെന്ന് പറഞ്ഞു. ഇവരെത്ര വർഷമായിട്ട് അറിയാം? അത് പറ. ഇവരെ എനിക്കോ? അങ്ങനെ ചോദിക്കടാ നീ. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ആണ് ഇപ്പൊ ചോദിച്ചത്? എനിക്കറിയാം. ഇന്ന് രാവിലെ ഞാൻ കവലക്കോട്ട് ഇറങ്ങിയപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്കൊരാണും തുടയില്ലാതൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്കും മനസ്സിലായി ഞങ്ങൾ രണ്ടും ഒരേ വൈഫാന്ന്. വൈഫോ? അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ലയോ? വൈബ് എന്നാണ് ഉദ്ദേശിച്ചത്. അതോ? അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് ഒരു കൂട്ടല്ലാതിരിക്കില്ലയോ. അങ്ങനെ ഞാൻ അവളെ ഇങ്ങനെ കൂട്ടിയതാ. അങ്ങനെ ചുമ്മാതെ വിളിച്ചോണ്ട് വന്നൊന്നും അല്ല. ആ ചന്തയിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർ കാണുക എന്റെ കഴുത്തെ താലി കെട്ടി അവിടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം കൊരവേ ഇട്ട്. കൊരവേ അല്ല, അവിടെ നിന്നവരൊക്കെ കൂക്കി വിളിച്ചതായിരിക്കും താലി കെട്ടിയെന്ന്. പിന്നെ അച്ഛന്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഞാനാണ് അധ്വാനിക്കുന്നത്. എവിടുന്ന് താലി കെട്ടി? കണ്ണ് തുറന്ന് നോക്കടാ, താലി കെട്ടിയേക്കണം. നോക്കങ്ങോട്ടാ. കറുത്ത ചരടിനകത്ത് സെറ്റിപ്പിന് കുത്തി ഇട്ടിട്ട് പറയാ താലി കെട്ടി. അല്ല, ഒടുക്കത്ത താലി. എന്റെ എനിക്ക് വിറഞ്ഞു വരുന്നുണ്ട്. എനിക്കൊരു കൂട്ട് വേണമെന്ന് അച്ഛൻ ഇതുവരെ തോന്നിയ? എനിക്കത് തോന്നി. അതിനുള്ള പരിഹാരമായി ചെയ്തു വെച്ചേക്കുന്നത്. എന്ത് പരിഹാരം? ആ ചാടിയെ ഞാൻ കല്യാണം കഴിച്ചില്ലയോ? അവിടെ ഒരു മോനുണ്ട് സുധാകരൻ. നാളെ തൊട്ട് അവനാ നിന്റെ കൂട്ട്. 55 വയസ്സുള്ള സുധാകരനോട്ടാണ് ഞാൻ കൂട്ടുകാരൻ. എനിക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. മോനെ മോനെ അമ്മച്ചി പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എന്നോടൊന്നും സംസാരിക്കണ്ട. പറയുന്നു ഒന്ന് കേൾക്കേണ്ടതല്ല പറഞ്ഞ കേക്ക്. മോനെ, ഈ ലോകത്തില് പ്രായപൂർത്തിയായവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്. അതാ ഈ നാട്ടിൽ അതിനുള്ള അവകാശം ഉണ്ടടാ. പ്രായപൂർത്തിയാ? നിങ്ങൾക്ക് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് 1.5 വർഷമായെന്ന് എനിക്കറിയാം. അപ്പോഴാണ് പ്രായപൂർത്തി പറഞ്ഞോണ്ട് വരുന്നത്. എനിക്ക് പ്രാന്തിറങ്ങുന്നുണ്ട്. അത് പോട്ട്, ഇവരുടെ ഭർത്താവ് എവിടെ ഉണ്ടെന്ന് അച്ഛനോട് പറഞ്ഞത്? ഭർത്താവ് മരിച്ചുപോയി എന്നാ പറഞ്ഞേ. മരിച്ചുപോയ? അയാൾ ഇപ്പോഴും ജീവനോടെ വാളയാറിലുണ്ട്. എന്റെ നമ്പരാണ്. അയാൾ ഇനി വെള്ളം ഉണ്ടാക്കാൻ പറ്റും? അങ്ങേര് ഒരിക്കലും മരിത്തില്ല. ഓടിച്ചു വിട്ടതാന്ന് ഇവര്. ഓരോ ദിവസം ഓരോ വഴിപാട് പറഞ്ഞ് അയാളെ ശൂലം കുത്തിക്കും.
ചൂലം കുത്തനെ സഹിക്കാൻ വയ്യാതെ അയാൾ ഇറങ്ങി ഓടുമായിരുന്നു. അയാളിപ്പോ വാളയാറിലൊരു പൂന്തോട്ടത്തിൽ വെള്ളമടിക്കുകയാണ്. അയ്യാടാ വെള്ളം അടിക്കാൻ എന്തിനാണ് വാളയാറ് പൂന്തോട്ടത്തിനും വരെ പോകുന്നത്? ഇവിടെ ഇഷ്ടം പോലെ റബ്ബറും തോട്ടം ഉണ്ടല്ലോ, അതിനകത്ത് പോയി അടിച്ചുകൂടെ? ഈ വെള്ളവടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കുത്തി 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 കവിൾ അരിപ്പ പോലെ ഇരിക്കുകയാണ്. പൂന്തോട്ടത്തിലിരുന്ന് വായി വെള്ളം കൊണ്ടിട്ട് മോട്ടറിന്റെ മേളിൽ കയറി കറങ്ങിയ ഒരു ചീറ്റിക്കലാണ്. ഷവറിൽ നിന്ന് വെള്ളം പോകുന്നവരാണ് കവിളിൽ നിന്ന് വെള്ളം പോകുന്നത്. കംപ്ലീറ്റ് പൂക്കളും നനയും. കാട്ടാണി ഇവനീ പറയുന്നതൊക്കെ നേരാന്നോടി? അങ്ങനെ ഓടിപ്പോയെന്നുള്ളതൊക്കെ സത്യവാ. ചവറാണോ പൈപ്പാണോ എന്നൊന്നും എനിക്കറിയാം. അച്ഛൻ പേടിക്കണ്ട. ഒരു മാസം കഴിയുമ്പോ ഏതെങ്കിലും പാർക്കിൽ അച്ഛനും നിൽക്കാൻ ഷവറായിട്ട്. ഉദാഹരണം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ഇവര്? അറിയാവോന്ന്? അതൊക്കെ ഇല്ല മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത്? നിന്റെ നാക്കൊന്ന് നീട്ടിക്ക്. എന്തിന്? ഒരു ചൂലം കുത്തിയിറക്കാനാ. എന്തിന്? എത്ര നേരമാണ് നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എത്ര നേരമായി? മനുഷ്യൻ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കട്ടെ. ഒരു വീട്ടിൽ കുട്ടമ്മയുടെ കാര്യം ഒരു മിനിയാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. കുത്തപ്പെണ്ണ. എന്റെ വായിരിക്കുന്ന ഇവര് കയറി വന്ന് ഈ കുടുംബം ചീത്തയാക്കി. ഇവര് നശിപ്പിക്കും. അച്ഛാ, സുധാകരൻ എന്ന് പറഞ്ഞ പാവം പിടിച്ചവനാണ്. അവൻ ആദ്യമായിട്ട് ലൈഫിന്റെ പെര കിട്ടിയപ്പോ ആ പൈസ എടുത്ത് പൂജ നടത്തിയാണ് ഇവർ ആദ്യം. അവൻ എവിടെ പോയി പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് വന്ന് ആ കൊച്ചിനെ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഓടിച്ചു വിട്ട്. അതിന്റെ മനോവിഷമത്തിൽ അവൻ തിന്നാതെ കുടിക്കാതെ ഒരു മാസം വീട്ടിൽ കിടന്ന്. അതിന് ഇവരെന്താ ചെയ്തെന്നറിയാവാ? രാത്രി കട്ടിലേ കിടന്നുറങ്ങിയ സുധാകരന്റെ കാല് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി കെട്ടിത്തൂക്കിയിട്ട് ആട്ടി. എന്നിട്ട് അവനോട് പറയാം, നിന്റെ ദേഹത്ത് ബാധ കയറിയിരിപ്പുണ്ട്, അത് ആ പെങ്കൊച്ച് പോയെന്ന്. അവൻ എന്റെ പൊന്നു കൊച്ചാട്ട, ഇതങ്ങനൊന്നും അല്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്ത് അവടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവളതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കാച്ചായി ചെയ്യത്തുള്ളൂ. ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നതാ. വീട്ടിൽ ചെന്ന കുഞ്ഞാ നീ വാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചതാ. അവര് വന്നില്ല. അവന് ഞാൻ എന്താ ചെയ്യും? ആര് വിളിച്ചെന്ന്? ഞാൻ വിളിച്ചു. ആ കഥയും സുധാകരൻ എന്നോട് പറഞ്ഞ്. പെണ്ണിന്റെ വീട്ടിൽ ഇവര് പോയായിരുന്നു. ചെന്ന ഉടനെ ഇവരെന്താ ചെയ്തെന്നറിയാവോ? അവിടെ കിടന്ന വിറകെല്ലാം കൂടെ വീടിന്റെ മുമ്പിൽ വാരി കൂട്ടിയിട്ട് ക്യാമ്പ് ഫയർ പോലെ തീയിട്ട്. അപ്പൊ അവര് വന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചാ പറയാം, ഹോമം ചെയ്യാണ്. വീടിന് തീ പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോ പെണ്ണിന്റെ അച്ഛൻ ഇറങ്ങി ഓടുമായിരുന്നു. ഓടുന്ന അയാളോട് പറയാം, നിങ്ങളുടെ മോളെ ഞാൻ വീട്ടിൽ തിരിച്ചോണ്ട് പോണമെങ്കിൽ അയാളുടെ പിരികത്തിനകത്ത് ശൂലം കയറ്റണമെന്ന്. അയാൾ ഞെട്ടി അകത്തോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പൊ ഇവര് കയ്യിലിരുന്ന ശംഖ് കറക്കി അയാളുടെ ഉച്ചയ്ക്ക് ഒറ്റ അടി. എന്നിട്ടാ അച്ഛൻ എന്ത് ചെയ്യടാ ഇപ്പൊ? ഫ്രണ്ട്സ് സിനിമയിലെ ജയറാം ഇരിക്കുന്നവര് ഒരു മുറിക്കകത്ത് കയറി ഇരിക്കുന്നെന്നാ ഞാൻ അറിഞ്ഞത്. അയാൾക്കിപ്പൊ വെളിച്ചം പേടിയാന്ന്. നിന്നും വിശ്വസിത്തൊക്കെ കെട്ടിച്ചമച്ച കഥകളായതൊക്കെ ഞാൻ പറഞ്ഞേക്ക്. നമുക്ക് ഇവിടെ നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം. 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വരത്തുള്ളൂ. ആദ്യം നമുക്ക് തിരുപ്പതി വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന് ഈ തലയൊന്ന് മുണ്ടനം ചെയ്യണം. എന്നിട്ട് പുള്ളി കൊത്തിയിട്ട് ദേഹമാസകലം നമ്മൾ നെയ് പുരട്ടും. നെയ് പുരട്ടിയിട്ട് തീക്കനല്ലാത്തിട്ട് ഉരുട്ടി ഇനി തിരിച്ചു വരുമ്പോ ഇവന്റെ ദേഷ്യവും മാറും, ഇവിടുത്തെ ദോഷവും മാറും. കേട്ടോ, ഞങ്ങളെല്ലാം ഒന്ന് പോയിട്ട് വരാം. അതാ നല്ല. പോയിട്ട് തിരിച്ചു വരുന്നത് എന്റെ അച്ഛനായിട്ടായിരിക്കത്തില്ല, അൽഫാമായിട്ടായിരിക്കും. ചെല്ലപ്പൻ അൽഫാം. പോയി ചെന്ന് കേറി കൊടുക്ക്. അവര് പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. കാച്ചായനിയല്ല, നിങ്ങളിപ്പൊ ഇറങ്ങിക്കോണമെന്ന്. വേറെ വല്ല പണി നോക്കും. നീ ആരോടാ പറയുന്നത് ഇറങ്ങാൻ? നീ വേറെ പണി നോക്കടാ. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലയോ? ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ എങ്ങോട്ടല്ലേ ഇറങ്ങി പോ, ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കട്ടെ. കല്യാണം നടന്നു വിട ആൾക്കാർ കേട്ടാ എന്താ പറയുക? ഒന്നും മിണ്ടിപ്പോறது. അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ല. ചോര പുഴ ഞാൻ ഇവിടെ ഒഴുക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കും, ഒരു പുത്തൻ പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ ആദ്യം ഇങ്ങനെയല്ല മക്കൾ പെരുമാറേണ്ടത്. ഇതെല്ലാം കൂടെ എടുത്തോണ്ട് ഇപ്പൊ പരിപാടിയല്ലേ നോക്കൂ. എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വീട്ടിൽ കയറി വന്നിട്ട് എന്റെ വീട്ടിൽ അയ്യോ വാസുക്കുട്ടോ, മോനെ വാസുക്കുട്ടോ,
എടാ വാസുക്കുട്ടോ, എടാ മോനെ എന്തെങ്കിലും ഒന്ന് പറയടാ. പോയ ജീവനൊന്ന് തിരിച്ചു വരട്ടെ. അയ്യോ എവിടെയോ എത്തിയത്. മക്കളെ അച്ഛനെ ഒന്ന് പിടിക്കടാ. ആദ്യം വയസ്സാം കാലത്ത് ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ഓർക്കണമായിരുന്നു. എന്റെ ഭഗവാനെ, ഒന്ന് പിടിച്ചേ. അപ്പൊ മോനെ പിടിച്ചിട്ട് ഇപ്പിക്കട്ട കാലമായി. തന്തമാരുണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം മക്കൾ അനുഭവിക്കേണ്ടി വരും. എന്റെ പൊന്നു മോനെ, എനിക്കറിയാമോടാ ഇതിങ്ങനെ വല്ലതും ആവുമെന്ന്. എന്തായാലും ആ വഴിയാവാതെ അങ്ങ് പോയല്ലോ. ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി. പോയില്ലച്ചാ, ഒന്നേന്ന് തുടങ്ങാൻ പോണേ ഉള്ളു. രാജുമോനെ, അഭിലാഷേ, വിഷ്ണു, ഒരു രക്ഷയുണ്ടായില്ലട്ടോ. സമ്മതിക്കണം. നമുക്ക് ആദ്യം തന്നെ നസീർക്കിനോട് ചോദിക്കാം. നസീർക്ക എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, പൊളിച്ചു നിങ്ങൾ. താങ്ക് യു. കാര്യം ഇതിൻ്റെ ഇൻട്രോ തുടക്കത്തിൽ ഒരു എന്താണ് ഒരു കടുങ്കാപ്പി ചോദിക്കുന്ന വീട്ടിലേക്ക് ഒരു കട്ടൻ കാപ്പി ചോദിക്കുന്ന കുറേ നേരമായിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു കുടുംബം അമ്മയോടായിരിക്കാം ഈ സംഭവം പറയുന്നത്. അമ്മ കടുങ്കാപ്പിയായിട്ട് വരാൻ താമസിച്ചു എന്നാണ് മനസ്സിൽ കരുതിയത്. അത് ഫോളോ ചെയ്ത് അങ്ങ് പോകുക എന്നുള്ള ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു ട്വിസ്റ്റാണ് ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കില്ല കേട്ടോ. അത്ര ഗംഭീരമായിട്ടായിരുന്നു ഇതിൻ്റെ ആരംഭം തന്നെ. അത്ര മനോഹരമായിട്ട് നിങ്ങളിത് റിഹേഴ്സൽ ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്, ഇതിപ്പോൾ ഇത് മൂന്നാമത്തെ ഭാഗമല്ലേ? മൂന്നാമത്തെ ഭാഗം. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടീമിനെ കാണുന്നത്. ഒരൈറ്റത്തിൻ്റെ 1, 2, 3, 4, 5 വരെ നിങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വേറൊരു ഒറ്റ ടീം അത് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയിലാണ് ഓരോന്നും കൊണ്ടുവരുന്നത്. അതിൽ നിങ്ങളല്ലാതെ വേറെ ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് സ്കിറ്റുകളൊക്കെ കാണുന്നതാണ്. അതും ഈ ഫ്ലോറിൽ നിന്ന് ഇവിടെ നിന്ന് വളർന്നു വന്ന ഒരു ടീമിൽ നിന്ന് ഇത്രയും ഗംഭീരമായി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് പറയാനില്ല. നല്ലൊരു ടീമാണ് ഇപ്പോൾ നിങ്ങൾ 3 പേരും. വിഷ്ണുവിൻ്റെ അമ്മ രക്ഷയില്ല കേട്ടോ. വിഷ്ണുവിൻ്റെ ആ നടത്തവും ആ വരവും ആ സംസാര ശൈലിയും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അമ്മയാണ്. കാര്യം ഇങ്ങനത്തെ അമ്മമാർ ചില ഏരിയകളിലുണ്ട്. അത്രയും ഗംഭീരമായിട്ട് നിങ്ങൾ ഓരോരോ സ്കിറ്റുകളും മെനഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ആയിരിക്കണം മുമ്പോട്ടുള്ള യാത്രയിൽ. ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പുരോഗതികളും നിങ്ങളുടെ വളർച്ചയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. പ്രസാദ് ഏട്ടാ, ഞാൻ എന്താ പറയുകയെന്ന് ആലോചിക്കുക. എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷന് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോയെന്നാണ് ഈ ഫ്ലോറിൻ്റെ. അത്രയും തകർക്കലാണ് നിങ്ങൾ തകർത്തത് കേട്ടോ. പിന്നെ ഇത്തരം സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ അവസാനം നിങ്ങളുടെ ഒരു വഴക്കുണ്ടല്ലോ, ഇത് ഇപ്പം തീരും എന്ന് വിചാരിച്ചു. ഇത്തരം വഴക്കുകളൊക്കെ സാധാരണ ചെയ്യുമ്പോൾ കലവലയായി പോകും. ഇതിൻ്റെ ഒരു അടുക്കും ചിട്ടയൊക്കെ നഷ്ടപ്പെടുക സ്ഥിരമുള്ളതാണ്. പക്ഷെ നിങ്ങൾ വളരെ റിഹേഴ്സൽഡായിട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ടാണ് തുടക്കം മുതൽ അവസാനം വരെ ആ വഴക്കൊക്കെ വരുമ്പോൾ ശരിക്കും പിടിവിട്ട് പോകാറുണ്ട്. അങ്ങനെ ഒന്നും പോയില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ആരെൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്? ഇങ്ങനെ മനസ്സില്ല. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അവതരിപ്പിക്കുമ്പോൾ ഈ സ്റ്റേജിലുള്ളൊരു സ്ക്രിപ്റ്റാണല്ലോ സാധാരണ വരുന്നത്. ഇതതില്ല, 2 സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. വേറൊരു കഥ കൂടെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ആ കഥ 2 സ്ക്രിപ്റ്റും കൂടെ ചേർത്ത് ഈ സ്റ്റേജിൽ ചെയ്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു പവർ, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, തുടക്കം മുതൽ അങ്ങോട്ട് രാജ്യമം വന്നു കഴിഞ്ഞിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോയെന്നുള്ളതാണ്. ഒരു സെക്കൻഡ് താഴത്തേക്ക് പോയില്ല. അവസാനം നിങ്ങൾ 2 പേരും ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു അത് തീർന്നു എന്ന് ഓർത്തു. പിന്നത്തെ വരവ് അതിൻ്റെ മുകളിലോട്ട് കയറി എന്നുള്ളതാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു നിങ്ങളുടെ. ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ തന്നെ വേണം കേട്ടാ. രാജുമോനെ, അഭിലാഷേ, വിഷ്ണു ഗംഭീരമായിരുന്നു കേട്ടാ. കാരണം ഒരു ബ്രില്യൻ്റ് സ്കിറ്റ് എന്ന് മാത്രമല്ല, നിങ്ങൾ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകളാണ്. അപ്പം നിങ്ങളുടെ ഒരു ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്ലേസ്മെന്റ് ഭയങ്കരമാണ് അത്. കാരണം ഇവരുടെ ഒരു സ്കിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയല്ല ഈ കോമഡി നടന്നത്. ഇവരെ ഇങ്ങോട്ട് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ 2 പേരാണ് അവിടുത്തെ ക്യാരക്ടറെങ്കിലും അതങ്ങ് മാറ്റിക്കളഞ്ഞ് ഇവർ മാത്രമേ ഉള്ളൂ നമുക്കറിയാവുന്നത്. നിങ്ങൾ 2 പേരും പുതിയതാണ്. അത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വേണം ആർട്ടിസ്റ്റുകൾ. ഒരാളെ രണ്ടാമത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അതില്ലാതെ ആവണമെങ്കിൽ ഇപ്പോൾ ഷബോൺ ഷായെ തന്നെ അവരൊരു കുടുംബവും കാര്യങ്ങളോ അവരുടെ കൂട്ടുകാരല്ല. ഷബോൺ ഷായെ എവിടെയോ ബോംബെയിൽ വെച്ച് അബദ്ധവശാൽ കാണുന്നു. അതാണ് അതിൻ്റെ ഹ്യൂമർ.
അതാണ് നിങ്ങൾ ബ്രില്യൻസ് ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഞാനത് ഇപ്പോൾ നസീർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറൊരു ഈ ഫ്ലോറിലല്ലാണ്ട് വേറെ കുറേ ഫ്ലോറുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ചാനലിലായിട്ട്. ആ ഒരു ഫ്ലോറിലൊന്നും കാണാത്ത ഒരു പാറ്റേണാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് തന്നെ ഭയങ്കര ബ്രില്യൻ്റ് പരിപാടിയാണത്. പിന്നെ നല്ല തമാശ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവസാനം ഈ 1, 2, 3 എന്ന് കയറി അല്ലെങ്കിൽ മറ്റേ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടണോട്ട് ടും പൊട്ടിയിട്ട് അവസാനം ഒരു കൂട്ടപ്പൊട്ടലില്ലേ, അത് കണ്ടിട്ട് കുറേ നാളായി എനിക്ക് തോന്നണം. അത് ഇതിനകത്ത് കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു രാജുമോനും അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവും അഭിലാഷും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കളിച്ചിട്ട് അതാണെങ്കിൽ ലെജിബിളും ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2ാം ഭാഗം എന്ന് പറഞ്ഞ് നിർത്തിയാക്കണത് തന്നെ ഗംഭീരമായിരുന്നു. കാരണം ഈ വായുവിൽ കുറേ ഭസ്മം നിൽക്കേണ്ട ഇവരുടെ വായും കാര്യങ്ങളും ഇനി എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കൊണ്ടുവന്ന് നിർത്തിയാക്കാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് അടുത്ത തവണ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, ഇതെനിക്ക് ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം, ചടങ്ങിലേക്ക്. അപ്പൊ ഇക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. ഞാൻ തന്നെ തരാം. ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരു 20,000 രൂപ അങ്ങ് തരികയാണ്. അടിപൊളി അടിപൊളി. ഇനി ഞാൻ കൊടുത്താക്കാം എൻ്റെ റേറ്റ്. ഞാനും ഒട്ടും കുറക്കുന്നില്ല, 20,000 രൂപ. അപ്പം 20, 40,000 രൂപ ഓൾറെഡി ആയിട്ടുണ്ട്. Okay. ബാക്കി എത്രയാണെന്ന് ഞാൻ അവിടെ തരാം. കാണാം. ഓക്കെ, രാജമോനെ, ഇതിപ്പം ഇത് 3ാമത്തെ സ്കിറ്റ് ഇത് തന്നെ. അതെ. അപ്പൊ ഇതിന്റെ മുമ്പോട്ടുള്ളതിലൊക്കെ എത്രയൊക്കെ ആയിരുന്നു? ഇതിന്റെ ഫസ്റ്റ് ഞങ്ങൾ കളിക്കുമ്പോൾ 1 ലക്ഷം രൂപയായിരുന്നു. 1 ലക്ഷം രൂപയായിരുന്നു. സെക്കൻഡ് കളിക്കുമ്പോഴും 1 ലക്ഷം. അപ്പൊ 2 ലക്ഷം. 3ാമത്തെ 80. അപ്പൊ 2,80,000 രൂപ ഒരമ്മച്ചി വിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ മുതലാക്കി എന്നുള്ളതാണ്. അതല്ലേക്ക, ഇത് ഞങ്ങള് 3 പേരും കൂടെ ഒരു ടീം ആയതിനു ശേഷം ആദ്യമേ കളിക്കുന്ന സ്കിറ്റായത്. ഇവന്റെ അമ്മ ഇതായിരുന്നു അമ്മയെ അല്ലേ? വെച്ചിട്ടാണ്. ഇനി പറ. ഈ പറഞ്ഞ പോലെ ഇത്രയും ഈ സിൽവർ പഞ്ചിലേക്ക് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എപ്പോഴും പറയുന്ന പോലല്ല. കാരണം ഈ സ്കിറ്റ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതിനകത്ത് ഈ വഴക്കാണെങ്കിലും ചുമ്മാ എന്തൊക്കെയോ പറയാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഇവിടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചത്. റൂമിലൊന്നും വലുതായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള പറ്റിയില്ല. അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു അതെ വിശ്വാസം. അതെ അതെ അതെ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അഭിലാഷേ, അഭിലാഷിന്റെ ജീവിതത്തിൽ ഇപ്പൊ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നാക്കണ ഈ സ്കിറ്റിലേക്ക് കടന്നപ്പോ, നമ്മുടെ ഈ ഫ്ലോറിലേക്ക് വന്നപ്പോ? ഈ ഫ്ലോറിലേക്ക് വന്നപ്പം മാറ്റം എന്ന് വെച്ചാൽ പഴയ പോലെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ചെയ്ത സ്കിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും മിമിക്രി മാത്രമായിരുന്നതുകൊണ്ട് എന്നെ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഞാൻ സ്ക്രിപ്റ്റിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു ടീമായിട്ട് നല്ലതായിട്ട് കളിക്കുമെന്നോ അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അറിയാവുന്നവരെല്ലാം നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ തന്നെയല്ല, അത്യാവശ്യം പ്രോഗ്രാമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. മറ്റേ 1 മാൻ ഷോ എന്ന് പറയുമ്പോൾ അധികം ആരുമില്ല. ഇപ്പോൾ ഷോ ഒക്കെ കണ്ടിട്ട് സ്കിറ്റുകളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ 3 പേര് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സന്തോഷമായിട്ട് പോകുന്നു. ലോണുള്ളത് ഭംഗിയായിട്ട് മുടങ്ങാതെ അടഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. വീടിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം ഓക്കെ. വീട് ഇപ്പൊ 2 വർഷം ആവുന്നു ഇപ്പൊ വീട് വെച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് തുടങ്ങിയതും ഇപ്പം ഓടിക്കൊണ്ട് പോകുന്നതും ഇവിടുത്തെ പൈസയാണ്. ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട് ഇപ്പം ചെലവ് കഴിഞ്ഞ് പോകുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പൊ വേറൊന്നിനും പോകാൻ സമയമില്ല. അഭിലാഷിന്റെ മോളല്ലേ? എനിക്കൊരു മോളാണ്. എന്താണ് പേര്? മോള് പേര് മാളവിക. മാളവിക എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്നു. ഒരു മോളുള്ളല്ലേ? ഒരു മോളേ ഉള്ളൂ. അഭിലാഷും അഭിലാഷിന്റെ ഫാമിലിയും അടുത്ത എനിക്ക് തോന്നുന്നു 3 പേരുടെയും, നിങ്ങൾ 3 കാരണം ഒരാളെ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, 3 പേരുടെയും ഫാമിലി അടുത്ത ഷെഡ്യൂളിൽ എന്തായാലും ഇവിടെ വരണം അല്ലേ? കൊണ്ടുവരില്ല നിങ്ങള്? അല്ല, എല്ലാവർക്കും കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അവരും വന്ന് കാണട്ടെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യണമെന്നുള്ളത്. അതെ. ഇനി വിഷ്ണുവിന്റെ കാര്യം പറ. വിഷ്ണുവിന്റെ വീട്ടിലെ വീട് പണിയും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? വീട് പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. വാർപ്പായി കിടക്കുവായിരുന്നു, ഇനി ചെയ്യണം. ചെയ്യാറ് ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി ചെയ്യണം. വാർപ്പായി കിടക്കുമോ ഇപ്പോഴും? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സമ്പാദിച്ചതൊക്കെ തന്നെയാണ് അല്ലേ? അതെ അതെ, ഇവിടെ നിന്ന് സംഭവിച്ചത്. അപ്പൊ ഹാപ്പിയാണ് മൊത്തത്തില് അല്ലേ? വിഷ്ണുവിന് എത്ര മക്കളാണ്? എനിക്ക് 2 മക്കള്. 2 മക്കള്. മോളും മോനും ആണല്ലോ. മോളും മോനും. എത്രയിലാണ് അവര് പഠിക്കുന്നത്? മോള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ. മോന് പഠിക്കുന്ന ആശമ്പളക്കുടി പഠിക്കുന്നേ ഉള്ളൂ. ഓ അവരുടെയൊക്കെ പേര് പറ. മോടെ പേര് വേദിക. മോന്റെ പേര് ആര്യൻ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും മേളിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പ്രസാദേട്ടാ,
നസീർക്ക, Yes. നമുക്കിപ്പോ സ്കൂൾ കലോത്സവം നടന്നല്ലോ ഇപ്പൊ. അതെ, ഗംഭീരമായിരുന്നു. 64-മതല്ലേ? 64. ഗംഭീര പരിപാടികളായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ കുറെ കലാകാരന്മാരെയും കലാകാരികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തു നിന്നും നമ്മുടെ സംഘഗാനത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് ആരും ഭയങ്കര വൈറലാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം വീഡിയോ കാണാം. Ready, 1, 2, 3, 4. മലമേലൊരു കിളി ചെറു ചിറ ചിറകടി പുത്തപ്പാടം പുഞ്ചയിലെ കതിരുകൾ നിലം കുത്തിപ്പാട്ടും പാടി പോകാൻ വേണ്ടി വായു. മലമേലൊരു കിളി ചെറു ചിറ ചിറകടി പുത്തപ്പാടം പുഞ്ചയിലെ കതിരുകൾ നിലം കുത്തിപ്പാട്ടും പാടി പോകാൻ വേണ്ടി വായു. ദും ദും തത്ത ദും ദും തക്കിട്ട ദും ദും തകതിമി ദും ദും. ഇതെനിക്ക് അറിയാവുന്ന ടീമാണ്. എന്താ? ഇത് കോട്ടയംകാരാണ്, ലാക്കാട്ടൂരുള്ളതാണ്. ഏത് സ്കൂളാണ്? MGM NSS ഹയർ സെക്കൻഡറി സ്കൂൾ, ലാക്കാട്ടൂർ. ഓക്കെ. താരകമിഴികൾ കാതരമൊഴിയാൽ സാഗരതിരകൾ തേടുക മുകിലായി ജാലരവികൾ പാടാരതകൾ പൂജാരതികൾ പുലരാജിനികൾ ചാരം പുഴകൾ തഴുകുമാകാശം ചിരികൾ തഴുകുമീ തീരം പുതുമഴയൊളി ചിന്തും പൊന്നും തേനും നിറകതിരണ ചായും ചന്തം തൂകും നിറവനികളിൽ ഒരു മധുരിമ പകരുക തണുവതിലൊരു കനിമാനത്തെ മാങ്കൊമ്പി ചേലൊത്ത തുഞ്ചത്ത് മാണിക്യം പെണ്ണിന്റെ കൊഞ്ചിക്കുരൽ മാനത്തെ മാങ്കൊമ്പിൻ ചേലൊത്ത തുഞ്ചത്ത് മാണിക്യം പെണ്ണിന്റെ കൊഞ്ചിക്കുരൽ നീയാര കലവിലെ പൂവോ തേനോ ഈ ലോകമരുവിലെ നിലവേ കിളിമകളുടെ കഥ പറയും പകലിരവിൻ കണിമലരായൊരു കഥ പല കുറി പാടാ. മകരി സനി സ മകരി സനി സ മകരി പമ പ മകരി സനി പ മകരി സനി സ മകരി സനി സ മകരി സനി പ മകരി സനി സ പനി സഗരി പ മകരി നി സരി രി మ పని ప సని రి సని ప మ ప పని ని స సగరి సని ప ని సగరి ప మగరి సని ప రి మ పని దని పని ద ప మగరి ప మగరి సని గరి సని ప. താരകമിഴികൾ കാതരമൊഴിയാൽ സാഗരതിരകൾ തേടുക മുകിലാൽ ജാലക വഴികൾ പാടണ പുഴകൾ മോഹനഗതികൾ പുലരൊളി ചിരികൾ രൂ 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 മഴയായി മധുവായി നറുമണമേകിയ മലരിനെ തണുവായി പകരുമീ പൊരുളോ മഴയായി മധുവായി നറുമണമേകിയ മലരിനെ തണുവായി പകരുമീ പൊരുളോ കടലിനും മഴകല മുകിലിനും ജലകരം കരളിനു പനിമതി കള്ളമൊഴിലയമായി തകദിന തകദിം റിമരി പമഗരി മപനി ദപ റിമ പനി സാ കിടതിം നിദപ തഗജം തഗജം തഗണം തഗസനി രി സനി ദപ മഗരി സനി സ മരിരി പമ മനി പപ സനി നി ധിം ധിം മമ പപ നി നി ധിം ധിം പപ നി നി ധിം രി സഗരി തഗദിം റിമി തഗതരി കിടതിം തകതിമി തകതരി കിട മഴയായി മധുവായി നറുമണമേകിയ മലരിനെ തണുവായി പകരുമീ പൊരുളോ താരകമിഴികൾ കാതരമൊഴിയാ
തഴുകുമീ തീരം പുതുമഴയൊളി ചിന്തും പൊന്നും തേനും നിറകതിരള ചായും ചന്തം തൂകും നിറമണികളിൽ ഒരു മധുരിമ പകരുക തണുവതിലൊരു കനിമാനത്തെ മാങ്കൊമ്പി ചേലൊത്ത തുഞ്ചത്ത് മാണിക്കും പെണ്ണിന്റെ കൊഞ്ചിക്കുരൽ മാനത്തെ മാങ്കൊമ്പിൻ ചേലൊത്ത തുഞ്ചത്ത് മാണിക്കും പെണ്ണിന്റെ കൊഞ്ചിക്കുരൽ നീ ആര് കനവിലെ പൂവോ തേനോ ഈ ലോകമരുവിലെ നിലവേ കിളിമകളുടെ കഥ പറയും പകലിരവിൻ കണിമലരായ ഒരു കഥ പല കുറി പാടാം ധിം ധിം തകതക തേ തത്തകതിമി തകതിമി ധിം ധിം തകതക തേ തത്തകതിമി തകതിമി പുലരി വന്നെങ്ങു ചിറകിലേറി വരികയാണ് ഉദവി തേടി കരുതി വന്നേ പെരിയൊരാഘോഷം പുലരി വന്നിൻ ചിറകിലേറി വരികയാണ് പുലികയാണു ഉദവി തേടി കരുതി വന്നേ പെരിയൊരാഘോഷം തൂകും നീളെ പഴമയോലും കതിരു പോകും കോനാരെ കാണാനി കതിരിലെ ഓണം തൂകും നീളെ പഴമയോലും പതിരു പോകും കോനാരെ കാണാനി കതിരിലെ ഓണം ധിം ധിം തകതക തേ തത്തകതിമി തകതിമി ധിം ധിം തകതക തേ തത്തകതിമി തകതിമി തേ തേ തക തകിടതാം കിട തേ തേ തക തകതിമി തകതകു തക തെരികിട തേ തേ തക തേ തേ തക തേ തേ തകതും തേ തേ തക തകിടതാം കിട തേ തേ തക തകതിമി തകതകു തക തെരികിട തേ തേ തക തേ തേ തക തേ തേ തകതും അരുമ തേടും കടവിലാരോ കുറിയതോടിൻ മടിയിലെന്നെ കരുവതാക്കി കളിമ പാടി കളകളാരവമോ അരുമ തേടും കടവിലാരോ കുറിയതോടിൻ മടിയിലെന്നെ കരുവതാക്കി കളിമ പാടി കളകളാരവമോ പഴയ നാടിൻ പടുത പോയി പടനയച്ചവരടവി കണ്ടു കരുണ തേടി പുതിയ പിറവികൾ പടവുകൾ കയറി അരുമ തേടും കടവിലാരോ കുറിയതോടിൻ മടിയിലെന്നെ കരുവതാക്കി കളിമ പാടി കളകളാരവമോ തൂകും നീളെ പഴമയോലും പതിരു പോകും കോനാരെ കാണാനി കതിരിലെ ഓണം മലമേലൊരു കിളി കുക്കു കുക്കു ചെറു ചിറ ചിറകടി കുക്കു കുക്കു പുത്തപ്പാടം പുഞ്ചയിലെ കതിരുകൾ നീലം പൊത്തിപ്പാട്ടും പാടി പോകാൻ വേണ്ടി വായ് മലമേലൊരു കിളി കുക്കു കുക്കു ചെറു ചിറ ചിറകടി കുക്കു കുക്കു പുത്തപ്പാടം പുഞ്ചയിലെ കതിരുകൾ നീലം പൊത്തിപ്പാട്ടും പാടി പോകാൻ വേണ്ടി വായ് ധും ധും തത്ത ധും ധും തകിട ധും ധും തകതിമി ധും ധും യാറുകൾ നന്നടി പോയിനാച്ചി തത്ത നന്നടി പോയിനാച്ചി താകൾ പറങ്കടി പോയിനാച്ചി വളങ്ങളറിയടി പോയിനാച്ചി കതിരുകൾ നീളെ വളർന്നു മറിഞ്ഞു കൊയ്തടി ചെറുപിര പോയിനാച്ചി കതിരുകൾ നീളെ വളർന്നു മറിഞ്ഞു കൊയ്തടി ചെറുപിര പോയിനാച്ചി ഞാറുകൾ നട്ടടി പോയിനാച്ചി തെരുതെര നട്ടടി പോയിനാച്ചി അളകൾ പറിക്കടി പോയിനാച്ചി വളങ്ങളറിയടി പോയിനാച്ചി തത്തീം തകിട തത്തീം തകതിമി തത്തീം തകിട തത്തീം തകതിമി തത്തീം തകിട തകിട തക തകതിമി തത്തീം തകിട തകിട തക തകതിമി ത പത്തായം നിര നിര അറകൾ നിര നിര പണപ്പെട്ടി നിര നിര തന്തോയം നിര നിര പത്തായം നിര നിര അറകൾ നിര നിര പണപ്പെട്ടി നിര നിര തന്തോയം നിര നിര പരമ്പായം ഒരു കുട്ടി പരപരവേൽ ഉണക്കി ഉണക്കി എടുക്കടി പോയിനാച്ചി അക്കരയിൽ മലമേലെ മരമടിയുടെ തരികിടമേളം മരത്തിന്മേൽ മറഞ്ഞു കളിക്കും മുട്ടിക്കുനിമേൽ മുതുക്കികളെല്ലാം അക്കരയിൽ മലമേലെ
നരമടിയുടെ തരികിടമേളം മരത്തിന്മേൽ മറിഞ്ഞു കളിക്കും മുട്ടിക്കുനിമേൽ മുതുകികളെല്ലാം ത ഝും ഝും തത്ത ഝും ഝും ത ഝും ഝും തേ തേ കർഗ തക്ക തേ കർഗ തേ തേ കർഗ തരികിടനാങ്കട ദുഗുലനെടതോ തരികിടനാങ്കട ദുഗുലനെടതോ. സൂപ്പർ. ചേട്ടാ ചേട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ല്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ശരിക്കും ഞങ്ങളെല്ലാം ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ. ഗ്രാമത്തിലേക്ക് നെൽകൃഷി, പത്തായപ്പര, ഇതെല്ലാം ഞങ്ങളിങ്ങനെ മനസ്സിൽ കണ്ടു. വളരെ മനോഹരമായ ലൈൻസ്, മനോഹരമായ സംഗീതം, മനോഹരമായ നിങ്ങളുടെ ആലാപനം എല്ലാം കൊണ്ട് മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനായിട്ട് ബിജിക്കുട്ടനെ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം അതെ അതെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാല്ലേ? അതെ. മോളുടെ പേരെന്താണ്? ദേവനന്ദ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ഓക്കെ, അടുത്ത ആൾക്ക് കൊടുക്ക്. മോളുടെ പേരെന്താണ്? വേണിക. വേണിക. +1. +1. ഓക്കെ. ഇയാള്? എൻ്റെ പേര് സാന്ദ്ര. സാന്ദ്ര. അവിടെ തന്നെയാണ്, കോട്ടയം. കൂരോപ്പട. +1 ആണോ? +2. അടുത്ത ആളേക്ക് പോവാം. ഞാൻ അമൃതവർഷിണി. അമൃതവർഷിണി. ചെറുവള്ളിയിലാണ് സ്ഥലം. ചെറുവള്ളി എന്ന് പറഞ്ഞാൽ കോട്ടയം തന്നെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്താണ് നമ്മളുടെ? എൻ്റെ പേര് അഹന. അഹന. ഞാൻ കോട്ടയം ആർക്കും തൻ്റെ വീട്. എല്ലാം കോട്ടയം തന്നെ അല്ലേ? +2 ആണ്? +2. ഓക്കെ. എൻ്റെ പേര് ആൽബിയ. ആൽബിയ. ഞാനും ആർക്കും തന്നു, കോട്ടയത്ത് തന്നെ. അടുത്തടുത്താണ് അല്ലേ? ഓക്കെ. +2. എൻ്റെ പേര് ദേവലക്ഷ്മി. ദേവലക്ഷ്മി. +2 തന്നെ. +2. വീട് വാഴൂർ എന്ന് പറയുന്ന സ്ഥലം. വാഴൂർ ജോസേട്ടനൊക്കെ ഉള്ളത് അല്ലേ സിനിമയിലാ? അടിപൊളി. ഓക്കെ. അപ്പൊ എന്തായാലും മനോഹരം. ഇത് അടിപൊളി എന്നല്ല പറയേണ്ടത്, മനോഹരം. നമ്മൾ ഈ സ്കൂൾ കലോത്സവത്തിനൊക്കെ ഈ സംഘഗാനം വൈറലാവാന്ന് പറഞ്ഞാൽ വളരെ റെയറാണ് അല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ അത് വളരെ വളരെ റെയറായിട്ട് തോന്നി. കാരണം ഇതിനുള്ളിൽ മ്യൂസിക് പോലും, മ്യൂസിക് പിന്നെ അതിൻ്റെ കിളികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭയങ്കര കോമ്പോസിഷൻ ആയിരുന്നു നിങ്ങൾ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സംഗീത സംവിധാനം ജെയ്സൺ ജയനായർ. നമ്മുടെ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങള് കലോത്സവത്തിന് ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വരുന്ന സാറാണ്. ആ സിനിമയിൽ പാട്ട് എഴുതിയാക്കണ ആളാ. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആനച്ചന്ദൻ എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ അല്ലേ? നമുക്ക് പരിചയമുണ്ട്, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏകദേശം എത്ര ദിവസം എടുത്തു ഈ പാട്ട് പഠിച്ചെടുക്കാനായിട്ട്? ജൂലൈ ആ ഒരു സമയം തൊട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവര്, അല്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാട്ട് അങ്ങോട്ട് പാടിയാൽ മതി. ഇതിനകത്ത് എന്തൊക്കെ വേരിയേഷനാ വരുന്നത് അല്ലേ? അല്ല, നമ്മളെ സാധാരണ ഒരു സംഘഗാനം കേൾക്കുന്ന ഒരു മൂഡിലല്ല ഇത് വേറൊരു മൂഡിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ടാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സുഖം. ഇതിൻ്റെ അകത്ത് പാഴ്സുകളൊക്കെ പാടി വെച്ചിരിക്കുന്നത് അതേപോലെ രീതിയിലാണ്. നമ്മൾ സിനിമയിൽ ചില പാഴ്സുകളൊക്കെ പാടുന്ന ജെറിയമൽ ദേവ് സാറിൻ്റെയൊക്കെ ചില പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പാടില്ല. അതേപോലെയാണ് ഇത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ആ പാട്ട്. അത് നല്ല വോയിസാണ്. നിങ്ങളുടെ സെലക്ഷൻ, അതായത് പാടാനുള്ളവരുടെ സെലക്ഷൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെലക്ഷൻ അല്ലേ? ആ ഒരു മൂഡല്ലേ? ഒരേ ലൈൻ തന്നെ അവർ പാടുമ്പം 2 പിച്ചിലല്ലേ, ഒന്ന് ടോപ്പിലും ഒന്ന് താഴെ, അങ്ങനെയൊക്കെ പാടുന്ന ഭയങ്കര രസമാണ് കേൾക്കാൻ. ആ മാണിക്യത്തേനത്താന്നൊക്കെ പറഞ്ഞ് പാടുന്ന സ്ഥലത്ത് കേട്ടില്ലേ, ഭയങ്കരമായിട്ട് ഒരു 2 വേവിൽ പാടുന്നത് നിങ്ങൾ. അത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, എൻ്റെ കൂടെ മ്യൂസിക് നിങ്ങൾ വായുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയൊന്നല്ല, വളരെ വ്യക്തമാണ്. അതെ, ചുമ്മാ എന്തേലും ചെയ്താൽ ശരിയാവൂലല്ലോ. അപ്പൊ അതിന്റെ കറക്റ്റ് സാധനങ്ങൾ അതായി ഇടേണ്ട സ്ഥലത്ത്. അത് നമുക്ക് എന്താണ് ഇനി വരാനുള്ളത്? ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അവസാനം വരെ. ഈ സ്കൂളിൽ നിന്ന് നിങ്ങളെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അധ്യാപകരുണ്ടല്ലോ, നമുക്ക് അവരെ ഒന്ന് വിളിക്കാം വേദിയിൽ. ഓക്കെ ഓക്കെ, അതെ, അവർ വിളിക്കാം. എങ്ങനെയുണ്ട് ടീച്ചർ അല്ലെ സാറ് ഇവര് നമ്മുടെ പിള്ളേരുടെ പെർഫോം കണ്ടിട്ട്? ഇത്രയും നാളും കഴിഞ്ഞ ഇവർ പറഞ്ഞു 2-3-4 മാസക്കാലം ഇവർ പെർഫോം ചെയ്തു. ഞങ്ങൾ 3 സ്റ്റേജിലെ കുട്ടികളുടെ പെർഫോമൻസ് സ്റ്റേജിൽ കണ്ടതാണ്. സബ് ജില്ല, ജില്ല, ഇപ്പോൾ സ്റ്റേറ്റിലും കഴിഞ്ഞു. പക്ഷേ ഇതിവിടെ വന്ന് ഈ വേദിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് വളരെയേറെ ഒരു അത്ഭുതം നിറഞ്ഞ ഒരു ലോകത്ത് ഈ കുട്ടികളെത്തി എന്തോ പെർഫോം ചെയ്യുന്നത് പോലെയുള്ളൊരു. മാഷ് എന്താ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷാണ്. ടീച്ചറോ? ഞാൻ അക്കൗണ്ടൻസിയാണ്. ഓ, നിങ്ങൾ സംഗീതമായിട്ട് നിങ്ങളാണോ ഇതിൻ്റെ ആർട്സിൻ്റെ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂളിലെ? ആർട്സിന്റെ കൺവീനർമാരാണ് ഞങ്ങളുണ്ട്. ഓ, 2 പേരും. ഓക്കെ, അവർക്ക് 2 പേർക്കും നല്ലൊരു ഐഡിയ ആദ്യം കൊടുക്കുക. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ, അവരെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കും. അല്ല, ഞാൻ ഇത് എഴുതിയതാരാ? നമുക്ക് അറിയാനുള്ളൊരു ആശ കൊണ്ട് ചോദിക്കണതാണ്. ജെയ്സൺ സാർ. ഈ വർഷത്തെ ഈ മ്യൂസിക് ഇത് കമ്പോസ് ചെയ്തതും അതിന്റെ ലിറിക്സ് എഴുതിയതും ജെയ്സൺ സാർ തന്നെയാണ്. സംഗീത സംവിധാനം അദ്ദേഹം തന്നെയാണ്. കാരണം പുള്ളിക്കാണെങ്കിൽ നല്ല പരിചയം ഉണ്ടല്ലോ, കാരണം സിനിമയിലൊക്കെ എഴുതാൻ. സാറ് നമ്മുടെ സ്കൂളില്
ഗ്രൂപ്പ് സോങ് ദേശഭക്തി ഗാനം ടീമിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. സാർ 15 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ വർഷവും സ്റ്റേറ്റിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് എല്ലാ വർഷവും നമ്മുടെ ടീം സ്റ്റേറ്റിൽ എത്തുന്നുണ്ട്. ഇദ്ദേഹം ഈ സ്കൂളിലാണോ പഠിച്ചത്? അല്ല, നാട്ടുകാരനാണ്. ഞങ്ങളുടെ അടുത്ത നാട്ട് ഏറ്റുമാനൂര് മോക്ഷ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നൊരു അതിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. നമ്മുടെ സ്കൂളുമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം തുടർച്ചയായിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജെയ്സൺ സാറിന്റെ നാട് കാണക്കാരിയാണ്. അതെ, എൻ്റെ സുഹൃത്താണ്. ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഒരുമിച്ചായിരുന്നു, കുറെ നാളുണ്ടായിരുന്നു ഒരുമിച്ച്. അതുകൊണ്ട് എല്ലാവരും ഇക്കടെ നാട്ടുകാരല്ലേ? എല്ലാം കോട്ടയംകാർ തന്നെ. അപ്പൊ മക്കളെ അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സൗണ്ട് ഞാനപ്പോൾ കിളിയുടെ ഒക്കെ ശബ്ദം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ മറ്റേ മ്യൂസിക്കിന്റെ ടോൺ വന്നപ്പോൾ ആരാണെന്ന് പിടിക്കാൻ വേണ്ടി നമ്മളോട് ഇന്ന് കണ്ണ് ഇങ്ങനെ പരതി നോക്കിയിട്ട് കിട്ടിയിരിക്കും. പറ്റണില്ല അത്. അല്ലെങ്കിൽ ക്യാമറക്ക് ചിലപ്പോൾ പറ്റിയെന്നിരിക്കും, ക്യാമറ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത്രക്ക് പെർഫെക്ഷൻ ആയിരുന്നു നിങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂളിലും ടീച്ചർമാർക്കും മറ്റെല്ലാ കൂട്ടുകാർക്കും വിദ്യാർത്ഥിനികൾക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആശംസകൾ നേരുന്നു അല്ലേ? ആശംസകൾ. അതെ അതെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അടിപൊളി. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. അടിപൊളിയാണ്. ഒരു ദിവസം, അതായത് ഇത്ര സമയം മാറി കിട്ടിയത് അറിഞ്ഞില്ല, അതാണ്. അതെ അതെ. അപ്പൊ എന്തായാലും നല്ല നല്ല സ്കിറ്റുകളും നല്ല നല്ല ഐറ്റങ്ങളായിട്ട് നാളെ കാണാം. നമുക്ക് കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്.